ഹലോ ഓൾ. ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിൻ്റെ MCQ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ സപ്ലൈ വോൾട്ടേജ് ഓഫ് എ ടിപ്പിക്കൽ ഓപ്പാമ്പ് ലൈക്ക് 741 ഈസ് എത്രയാണ്? ±5 വോൾട്ട് ആണോ, ±5 വോൾട്ട് ടു ±18 വോൾട്ട് ആണോ, 0 to 5 വോൾട്ട് ആണോ, എനി DC ആണോ? അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. എന്തുകൊണ്ടാണ്? എനി DC എന്തായാലും അല്ല അല്ലേ? കാരണം നമുക്കറിയാം ± എന്തോ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 0 to 5 വോൾട്ട് അല്ലാന്ന് നമുക്കറിയാം, കാരണം പോസിറ്റീവ് വോൾട്ടേജസ് മാത്രമല്ല നെഗറ്റീവ് വോൾട്ടേജസും വരുന്നുണ്ട് എന്നറിയാം. ഇനി ±5 വോൾട്ട്, കൃത്യം ±5 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണോ? അങ്ങനെയല്ല, നമ്മളൊരു 12 വോൾട്ട് ഒക്കെ ഉപയോഗിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ±5 വോൾട്ട് മുതൽ ±18 വോൾട്ട് വരെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. സപ്ലൈ വോൾട്ടേജ് ടിപ്പിക്കൽ ഓപ്പാമ്പിൻ്റെ ±5 വോൾട്ട് മുതൽ ±18 വോൾട്ട് വരെ ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എൻ ഐഡിയൽ ഓപ്പാമ്പ്? ഐഡിയൽ ഓപ്പാമ്പിന് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത്, അതെ, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് വേണം. 0 ഓഫ്സെറ്റ് വോൾട്ടേജ് വേണം, ശരിയാണ്. ഇൻഫൈനൈറ്റ് CMRR വേണം. ഓൾ ഓഫ് ദി അബവ്, അതെ, ഓൾ ഓഫ് ദി അബവ് ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. CMRR എന്താണെന്ന് അറിയാമല്ലോ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഓക്കെ, അടുത്തത്. ഇൻ എ യൂണിറ്റി ഗെയിൻ ബഫർ ദ ഔട്ട്പുട്ട് ഇസ്, യൂണിറ്റി ഗെയിൻ ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരുന്നതിനെയാണ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റി ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്ന അതേ സെയിം തന്നെ ഔട്ട്പുട്ടിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇസ് സെയിം ആസ് ദി ഇൻപുട്ട്, അതാണ് കറക്റ്റ്. ട്വൈസ് ഇൻപുട്ട് അല്ല, ഹാഫ് ദി ഇൻപുട്ട് അല്ല, ഇൻവേർട്ടഡ് ഇൻപുട്ട് അല്ല. ഓക്കെ, ഇറ്റ് ഹാസ് ഗെയിൻ ഈക്വൽ ടു 1. അപ്പോൾ ബഫർ എന്താ ചെയ്യുക? ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ് അതിനുണ്ടാവുക. ഇമ്പിഡൻസ് മാച്ചിങ്ങിനാണ് നമ്മൾ ബഫേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. വോൾട്ടേജ് ഫോളോവറിനെയാണ് ഈ ബഫർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അടുത്തത്. വിച്ച് ഓപ്പാമ്പ് സർക്യൂട്ട് ക്യാൻ കൺവേർട്ട് സ്ക്വയർ വേവ് ടു ട്രയാങ്കുലർ വേവ് ഫോം? സ്ക്വയർ വേവിനെ ട്രയാങ്കുലർ വേവ് ഫോം ആക്കുന്നത് ആരാണ്? ഇൻറ്റഗ്രേറ്റർ ആണോ, ഡിഫറൻഷ്യേറ്റർ ആണോ, സമ്മിങ് ആംപ്ലിഫയർ ആണോ, കമ്പറാറ്റർ ആണോ എന്നാണ് ചോദ്യം. അതൊരു ഇൻറ്റഗ്രേറ്റർ ആണ്. ഇനി അടുത്തത്, ഇതിൽ തന്നെ സ്ക്വയർ വേവിന് പകരം വിച്ച് കൺവേർട്ട് സിനുസോയിഡൽ ടു ട്രയാങ്കുലർ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഉത്തരം? ഇവിടെയും ഇൻറ്റഗ്രേറ്റർ തന്നെയായിരിക്കും ഉത്തരം. പക്ഷേ എങ്ങനെയാണ് വരിക? ഇൻറ്റഗ്രേറ്റർ പ്രിസീഡഡ് ബൈ എന്ത്? ഒരു സിനുസോയിഡലിനെ ആദ്യം നമ്മൾ എന്താക്കണം, അങ്ങനെയൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഒരു സിനുസോയിഡൽ വേവ് ഫോം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വേവ് ആക്കി മാറ്റണം അല്ലേ? സ്ക്വയർ വേവ് ആക്കാൻ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ വേവ് ആക്കിയാലും ട്രയാങ്കുലർ ആയിട്ട് കിട്ടില്ല, നമുക്ക് സോ ടൂത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ സ്ക്വയർ വേവ് ആക്കി മാറ്റാൻ ഒരു സ്ക്വയറിംഗ് സർക്യൂട്ട് വേണം. സ്ക്വയറിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഷ്മിറ്റ് ഉപയോഗിക്കാം. ഷ്മിറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നിന്ന് വരുന്നത് നമ്മളൊരു ഇൻറ്റഗ്രേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കുലർ വേവ് ഫോം കിട്ടും. ഓക്കെ, അപ്പോൾ വി നീഡ് എൻ ഇൻറ്റഗ്രേറ്റർ പ്രിസീഡഡ് ബൈ എ സ്ക്വയറിംഗ് സർക്യൂട്ട്. ഓക്കെ, ഒരു സ്ക്വയറിംഗ് സർക്യൂട്ട്, ഒരു കമ്പറേറ്റർ ആയാലും മതി, ഒരു സ്ക്വയറിംഗ് സർക്യൂട്ട് അവിടെ കൊടുക്കണം. ഓക്കെ, അതിന് മുമ്പ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റർ തന്നെയാണ് അവിടെയും ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം. ഇൻ എ പ്രിസിഷൻ റെക്ടിഫയർ ഓപ്പാമ്പ് ഇസ് യൂസ്ഡ്. അപ്പോൾ പ്രിസിഷൻ റെക്ടിഫയർ എന്താണ്? പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റെക്ടിഫയർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ പ്രിസൈസ് ആയിരിക്കും. അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വെരി ലോ ആയിരിക്കും. ഓക്കെ, സാധാരണ റെക്ടിഫയേഴ്സിൽ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഡയോഡ് ഡ്രോപ്പൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യില്ലേ? പക്ഷെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കമ്മിയായിരിക്കും, ഡയോഡ് ഡ്രോപ്പ് വളരെ കമ്മിയായിരിക്കും. അപ്പോൾ പ്രിസിഷൻ റെക്ടിഫയർ ഓപ്പാമ്പ് ഇസ് യൂസ്ഡ് ടു, എന്തിനാണ് ഓപ്പാമ്പ് ഉപയോഗിക്കുന്നത്? റെക്ടിഫൈ സിഗ്നൽസ് വിത്തൗട്ട് ഡയോഡ് ഡ്രോപ്പ്, അതാണ് ഉത്തരം. ആംപ്ലിഫൈ AC സിഗ്നൽസ് ഓൺലി അല്ല, ഇൻറ്റഗ്രേറ്റ് സിഗ്നൽസ് അല്ല, സം സിഗ്നൽസ് അല്ല. ഓക്കെ, ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസിഷൻ റെക്ടിഫയേഴ്സിൽ ഓപ്പാമ്പ് ഉപയോഗിക്കുന്നത്. അവിടെയും ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഓപ്പാമ്പ് അതിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം പ്രിസിഷൻ റെക്ടിഫയർ ആവാൻ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is not an ideal op-amp characteristic? Infinite gain വേണം, അത് ഐഡിയൽ ആണ്. ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്, അതും ഐഡിയൽ ആണ്. 0 ഔട്ട്പുട്ട് ഇംപിഡൻസ്, അതും ഐഡിയൽ ആണ്. ഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് അല്ല, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ് ഐഡിയൽ ഓപ്പാമ്പ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയൽ ഓപ്പാമ്പ് ക്യാരക്ടറിസ്റ്റിക്. റിയൽ ഓപ്പാമ്പുകൾക്കൊക്കെ ഫൈനൈറ്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം.
An op-amp stable multivibrator produces. ഒരു op-amp stable multivibrator എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? അസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിവൈബ്രേറ്റേഴ്സിൽ അസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഫ്രീ റണ്ണിങ് ആണ്. പിന്നെ അതൊരു സ്ക്വയർ വേവ് ഓസിലേറ്റർ ആണ്. ഓക്കെ, സ്ക്വയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ്, ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്. ഓക്കെ, ഫ്രീ റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടായിട്ട് നമ്മൾ സിഗ്നൽസ് ഒന്നും കൊടുക്കാതെ ഡി സി സിഗ്നൽ മാത്രം കൊടുത്തുകൊണ്ട് എ സി ഒന്നും കൊടുക്കാതെ നമുക്ക് ഔട്ട്പുട്ട് സ്ക്വയർ വരുന്നതിനെയാണ് ഫ്രീ റണ്ണിങ് ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഫ്രീ റണ്ണിങ് ഓസിലേറ്റേഴ്സ് ഒക്കെ ഫ്രീ റണ്ണിങ് സർക്യൂട്ട്സ് ആണ് അല്ലേ. ഇൻപുട്ട് ഒന്നും കൊടുക്കാതെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ എ സി സിഗ്നൽസ് ഒന്നും കൊടുക്കാതെ. ഇനി സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറയാൻ കാരണം എന്താ? സ്ക്വയർ വേവ് ആണ് തരിക. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സും ഉണ്ടാവാം. സൈൻ വേവ് അല്ല ഇവിടെ തരുന്നത്, സ്ക്വയർ വേവ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈൻ വേവ് ആണോ? അല്ല. ട്രയാങ്കുലർ വേവ് ആണോ? അല്ല. സ്ക്വയർ വേവ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ചസ് ബിറ്റ്വീൻ ടു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ് രണ്ടെണ്ണം ഉണ്ടാവുക ഇവിടെ. ഓക്കെ, അസ്റ്റേബിൾ. അടുത്ത ചോദ്യം, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻ റിയൽ op-amp കോസസ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ശരിക്കും പറഞ്ഞാൽ 0 ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുക. പക്ഷേ റിയൽ op-ampൽ അങ്ങനെ ഒരു ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാകും. എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 0 തരാനുള്ള നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇൻപുട്ട് 0 ആയിരിക്കുമ്പോൾ, വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഇൻപുട്ട്? ഒരു op-ampൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൂടെ രണ്ടിലും കൂടെ ഒരേ ഇൻപുട്ടാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എന്താണ്? ഇവിടെ വി പ്ലസും ഇത് വി മൈനസും ആണെങ്കിൽ നമുക്ക് വരുന്നത് ഗെയിൻ ഇൻറ്റു, ഇതൊരു ക്ലോസ് ലൂപ്പ് സർക്യൂട്ട് ആണെങ്കിൽ ഗെയിൻ ഇൻറ്റു വി പ്ലസ് മൈനസ് വി മൈനസ് ആണ് അല്ലേ. അതായത് ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് ഓഫ് ഇൻപുട്സ് ആണ് നമുക്ക് വരിക ഔട്ട്പുട്ടിൽ. പക്ഷേ നമുക്ക് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ ശരിക്കും 0 വരണം. പക്ഷേ ശരിക്കും 0 ഒന്നും വരില്ല റിയൽ op-ampൽ. കാരണം എന്താണ്? അതിനുള്ളിലുള്ള വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് അത് വരില്ല. അതുകൊണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവും. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഔട്ട്പുട്ട് എന്ത് വരുന്നത്? 0 വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് 0 ആക്കുന്ന വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് 0 ഈവൻ വിത്ത് 0 ഡിഫറൻഷ്യൽ ഇൻപുട്ട്, അതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ പണി. ഇൻഫൈനൈറ്റ് ഗെയിൻ തരില്ല, സ്ലൂ റേറ്റുമായിട്ട് ബന്ധമില്ല, പെർഫെക്റ്റ് ഓപ്പറേഷനായിട്ട് ബന്ധമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, സ്ലൂ റേറ്റ് ലിമിറ്റേഷൻ അഫക്ട്. സ്ലൂ റേറ്റ് ലിമിറ്റേഷൻ എന്തിനാണ് അഫക്ട് ചെയ്യുക? വാട്ട് സ്ലൂ റേറ്റ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. സ്ലൂ റേറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, വിത്ത് ടൈം എന്നാണ് അതിൻ്റെ സ്ലൂ റേറ്റിന് നമ്മൾ പറയാം. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dVo/dt ആണ്. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ, ഇൻപുട്ടിൽ നമ്മളൊരു ലോ ഫ്രീക്വൻസി, പതുക്കെ മാറുന്ന ഒരു ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്കിപ്പോൾ യൂണിറ്റി ഗെയിൻ ഔട്ട്പുട്ടാണ് വരേണ്ടതെങ്കിൽ ഔട്ട്പുട്ടിൽ ഇതേ തന്നെ ഇങ്ങനെ തന്നെ വരും. അതായത് എത്ര നേരം കൊണ്ടാണ് ഔട്ട്പുട്ടിൽ ഈ മാറ്റം വന്നത്, ഇവിടെ നിന്ന് എത്ര നേരം കൊണ്ടാണ് ഔട്ട്പുട്ടിൽ ആ മാറ്റം വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എത്ര റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് സ്ലൂ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നലായ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പക്ഷേ ഹൈ ഫ്രീക്വൻസി, അതായത് പെട്ടെന്ന് റേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്ന, അതായത് ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പെട്ടെന്ന് സ്ലൂ റേറ്റ് അനുസരിച്ചിട്ടാണ് ഇത് മാറുക അല്ലേ. സ്ലൂ റേറ്റ് എത്ര വേഗം മാറുന്നുവോ എന്നുള്ളതാണ്, ഹൗ ഫാസ്റ്റ് ഇസ് എ റെസ്പോൺസ് എന്നാണ് സ്ലൂ റേറ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഇത് മാറുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സ്ലൂ റേറ്റ് അനുസരിച്ചിട്ടല്ലേ അത് മാറുള്ളൂ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി വരുമ്പോഴല്ലേ ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞ് നമ്മുടെ ലോ ഫ്രീക്വൻസി ഇൻപുട്ടുകളിൽ ഔട്ട്പുട്ട് വരുമ്പോൾ നോക്കിയ ലോ ഫ്രീക്വൻസി സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് മാറിയതെങ്കിലും അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. പക്ഷേ ഇവിടെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അപ്പോഴേക്കും സ്റ്റേറ്റ് ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിലാണ് ഇത് സ്ലൂ റേറ്റിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റോർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫാസ്റ്റ്നെസ് ഓഫ് ദി സർക്യൂട്ട് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്ലൂ റേറ്റ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ഓർ ഫാസ്റ്റ് സിഗ്നൽസ് ആർ ഡിസ്റ്റോർട്ടഡ് ഇഫ് ദ സ്ലോപ്പ് എക്സീഡ്സ് ദ സ്ലൂ റേറ്റ്. ഓക്കെ, അടുത്തത്, ഇൻ എ 555 ടൈമർ
പിൻ 5 ഈസ്. അപ്പോൾ പിൻ 5 എന്താണ് 555 ടൈമറിൽ എന്നാണ് ചോദിക്കുന്നത്. അത് ആക്ച്വലി കൺട്രോൾ വോൾട്ടേജ് ആണ് കേട്ടോ. കൺട്രോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രിസൈസ് ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് അവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. അവിടെ മിക്കവാറും നമ്മൾ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു 0.01 മൈക്രോ ഫാരഡ് ഉള്ള കപ്പാസിറ്റർ വെച്ചിട്ട് എപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കപ്പാസിറ്ററിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ട്. നമുക്കൊന്ന് 555യുടെ പിൻ ഔട്ട് പെട്ടെന്നൊന്ന് നോക്കാം. ഞാൻ പഠിക്കാനുള്ളൊരു എളുപ്പപ്പണിയും പറഞ്ഞുതരാം. ഓക്കെ, 555യുടെ പിൻ ഔട്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അല്ലേ. ഒരു പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ എപ്പോഴും ചോദിച്ചിരിക്കും. അങ്ങനെയാണ് ചില സമയങ്ങളിൽ ചോദിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം മിക്കവാറും എല്ലാവരും പഠിക്കാറുള്ള കാര്യമാണിത്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. റീസെറ്റ് കൺട്രോൾ എന്ന് ഓർക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? റീസെറ്റ് കൺട്രോൾ. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് ത്രെഷോൾഡ് എന്ന് ഓർക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ റീസെറ്റ് കൺട്രോളിൽ നിന്നും ഔട്ട്പുട്ട് ത്രെഷോൾഡ് എന്നും ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ത്രെഷോൾഡ് ഇവിടെ ടി അല്ലേ, ആ ടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരെണ്ണത്തിലും കൂടെ വരുന്നുണ്ടെന്ന് ഓർക്കുക, ടി. അപ്പോൾ ഈ ത്രെഷോൾഡ് ഇവിടെയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ട്രിഗറാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതുകൂടാതെ ഇപ്പുറത്ത് വരാൻ പോകുന്നത് ഡിസ്ചാർജ് ആണെന്നും ഓർക്കുക. പിന്നെ ഗ്രൗണ്ടും വി സി സിയും മറക്കാതിരിക്കുക. ഏറ്റവും മുകളിൽ തുടങ്ങുന്നത് ഗ്രൗണ്ടിലാണ് എന്ന് ഓർക്കുക. 1 ഗ്രൗണ്ടാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ വി സി സി ആയി എന്നാലോചിക്കുക. പിന്നെ ഇവിടെ രണ്ടിടത്ത് വരുന്നത് എന്തൊക്കെയാണ്? റീസെറ്റും കൺട്രോളും. പിന്നെ ഇവിടെ എന്ത് വന്നു? ഔട്ട്പുട്ട് ത്രെഷോൾഡ്. ഔട്ട്പുട്ടും വന്നു, ത്രെഷോൾഡും വന്നു. അപ്പോൾ ത്രെഷോൾഡ് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ട്രിഗർ വരും. ഓക്കെ, ട്രിഗർ ഇവിടെ വന്നു, ഇവിടെ ഡിസ്ചാർജ് വന്നു. ഓക്കെ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 555യുടെ പിൻ ഔട്ട് എന്തായാലും മറക്കാതെ പഠിക്കുക. ആ ഒരു മാർക്ക് പോവാതിരിക്കട്ടെ. അടുത്തത്, in a monostable mode the 555 timer produces continuous pulses. ഇല്ല, continuous pulse produce ചെയ്യുന്ന ആരാണ്? ആ സ്റ്റേബിൾ ആണ്. produces a single output pulse when triggered. അതെ, ഒരു ട്രിഗർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സിംഗിൾ ഔട്ട്പുട്ട് പൾസ് പ്രൊഡ്യൂസ് ചെയ്യണം അവിടെ ചെയ്യുന്നത്. ഇറ്റ് ഓസിലേറ്റ്സ് ഓട്ടോമാറ്റിക്കലി. ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഓസിലേറ്റ് ചെയ്യൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അസ്റ്റേബിളുകാരനാണ്. ആക്ട്സ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യില്ല. In a monostable, output remains high for a specific time determined by RNC and then turns low. ഓക്കെ, അപ്പോൾ ആർ സി ടൈം കോൺസ്റ്റന്റ് അനുസരിച്ചിട്ടാണ് മോണോസ്റ്റേബിളിൻ്റെ പൾസ് വിഡ്ത്ത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് നോക്കാം. അപ്പോൾ മോണോസ്റ്റേബിളിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? അതിന് ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റുമാണ് ഉണ്ടാവുക കേട്ടോ. ഒരു മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന, ഇപ്പോൾ ലോ ആയിരുന്നു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വിചാരിക്കാം, ഈ മോണോസ്റ്റേബിളിൻ്റെ ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ഒരു ട്രിഗർ കൊടുത്തു. ട്രിഗർ ആക്ച്വലി മോണോസ്റ്റേബിളിൽ നമ്മളൊരു നെഗറ്റീവ് ട്രിഗറാണ് കൊടുക്കുക കേട്ടോ. നെഗറ്റീവ് പൾസാണ് ട്രിഗറായിട്ട് കൊടുക്കുക. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പൈക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്ത് പറ്റുന്നറിയോ? ഇത് ഹൈ ആവും. ഇത് ഹൈ ആയിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം, അപ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരുന്ന ആള് പെട്ടെന്നൊരു ട്രിഗർ വന്നപ്പോൾ ഔട്ട്പുട്ട് എന്ത് പറ്റി? ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോയി. ക്വാസി സ്റ്റേബിൾ ഹൈ ആയതാണ്. എന്നിട്ട് ഹൈ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തനിയെ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കഴിയുന്നതോടുകൂടി അത് ലോ ആയിക്കോളും, തനിയെ ലോ ആയിക്കോളും. ഓക്കെ, സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ച് വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും അടുത്ത ട്രിഗർ കൊടുക്കുമ്പോഴാണ് അത് വീണ്ടും അടുത്ത ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഔട്ട്പുട്ട് പൾസ് അല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ നമ്മൾ ട്രിഗർ ചെയ്തപ്പോൾ, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അതാണ് ഇത്. ഇറ്റ് പ്രൊഡ്യൂസസ് എ സിംഗിൾ ഔട്ട്പുട്ട് പൾസ് വെൻ ട്രിഗേർഡ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പൾസ് വിഡ്ത്ത് ഇൻ എ മോണോസ്റ്റേബിൾ മോഡ് ഇസ് ഗിവൺ ബൈ, അത് 1.1 RC ആണ്, അത് മറക്കരുത്. ഓക്കെ, പൾസ് വിഡ്ത്ത്, മോണോസ്റ്റേബിളിൻ്റെ പൾസ് വിഡ്ത്ത് എത്രയാണ്? 1.1 RC ആണ്. 0.69 RC എന്ന് പറയുന്നത് അത് നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. അത് നമ്മുടെ അസ്റ്റേബിളിൻ്റെ ഒരു ഇതാണ്. അസ്റ്റേബിളിൽ ആറും സിയും മാത്രമല്ല വേറെ ഒരു ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം 555യുടെ ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ പൾസ് വിഡ്ത്തിൻ്റെ മോണോസ്റ്റേബിൾ മോഡ് ഇസ് ഗിവൺ ബൈ എന്താണ്? 1.1 × R × C. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ ഇത് 555യുടെ ആണ് കേട്ടോ. 555 മോണോസ്റ്റേബിളിലാണ് ഈ ഉത്തരം വരിക. അടുത്ത ചോദ്യം, triggering a monostable 555 timer requires. അപ്പം നമുക്കറിയാം ട്രിഗർ എന്ന് പറയുന്നത് 555യുടെ എവിടെയാണ്, ഏത് പിന്നാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1ൽ ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൽ തുടങ്ങി ഇവിടെ VCC കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? റീസെറ്റ് കൺട്രോൾ ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു
ഔട്ട്പുട്ട് ത്രെഷോൾഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ട്രിഗർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ട്രിഗർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പിന്നാണ്. അപ്പോൾ രണ്ടാമത്തെ പിന്നിലാണ് ട്രിഗർ എന്തോ കൊടുക്കേണ്ടത്. എന്ത് ട്രിഗറാണ് കൊടുക്കുക? ഞാൻ ഇപ്പോൾ പറഞ്ഞു ലോ ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അല്ലേ. അപ്പോൾ അപ്ലൈയിങ് എ ലോ ടു പിൻ 2 അവിടെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇവിടെ ഡിസ്ചാർജ് ആണ് കേട്ടോ വരുന്നത്. ഇനി അത് കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഡിസ്ചാർജ് ആണ് വരുന്നത്. അപ്പോൾ പിൻ ഔട്ട് പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ അപ്ലൈയിങ് ലോ ടു പിൻ 2 നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് എ triggering for monostable 555 timer. Going to the next one question. 14th question. Monostable 555 is used in എന്തിലാണ് 555 monostable ഉപയോഗിക്കുക എന്നാണ് ചോദിക്കുന്നത്. It is actually used in time delay circuits. ഓക്കെ, അതായത് അതെന്താ തരിക? നമ്മളൊരു പൾസ് കൊടുക്കുമ്പോൾ അത് അവിടെ ഒരു സിഗ്നൽ തരും അല്ലേ. എന്നിട്ട് ഒരു ഹൈ ആയിട്ട് അത് തനിയെ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ പോയിട്ട് അത് തനിയെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്കപ്പോൾ ഇവിടെ വെച്ച് ഒരു കാര്യം നടന്നാൽ മതി എങ്കിൽ നമുക്ക് ഇതിനെ ടൈം ഡിലേ സർക്യൂട്ടായിട്ട് ഉപയോഗിച്ചൂടെ? കുറച്ച് ഡിലേ വരുത്താൻ വേണ്ടി ഇതിന് ഉപയോഗിച്ചൂടെ? ഓക്കെ, അപ്പോൾ ടൈമിങ്ങിന്, ഡിലേക്ക്, ഡീബൗൺസിനൊക്കെയാണ് നമ്മൾ 555 ഉപയോഗിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓസിലേറ്റർ സർക്യൂട്ട് അല്ല, അത് അസ്റ്റേബിൾ ആണ്, ഓസിലേറ്ററായിട്ട് ഉപയോഗിക്കുക. സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുകയുമില്ല. സ്ക്വയർ വേവ് അല്ല അവിടെ ജനറേറ്റ് ചെയ്യുക, ഒരു പൾസാണ് ജനറേറ്റ് ചെയ്യുക. അത് ആ ട്രിഗറിനനുസരിച്ച് വരുന്ന പൾസാണ്. അപ്പോൾ അത് സ്ക്വയർ തന്നെ ആവണം എന്നില്ല കേട്ടോ. അടുത്തത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് വിഡ്ത്ത് മോഡുലേഷന് നമ്മൾ ആക്ച്വലി അസ്റ്റേബിളിൻ്റെ ഉണ്ടല്ലോ കൺട്രോൾ പിൻ ഉണ്ടല്ലോ. കൺട്രോൾ പിൻ എന്ന് പറയുന്നത് ഒരു പിൻ നമ്പർ 5 ആണ്. അതിലേക്ക് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുത്തിട്ടാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മിക്കവാറും അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പൾസ് വിത്ത് മോഡുലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുകൊണ്ടാണ് വരാത്ത ടൈം ഡിലേ സർക്യൂട്ട്സ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. മറ്റേ മോണോസ്റ്റേബിളിൻ്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ ടൈം ഡിലേ സർക്യൂട്ട്സിലാണ്. അടുത്ത ചോദ്യം. ഡ്യൂട്ടി സൈക്കിൾ ഓഫ് എൻ അസ്റ്റേബിൾ 555 ടൈമർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. അസ്റ്റേബിളിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഫോർമുല നോക്കാം. ഡ്യൂട്ടി സൈക്കിൾ ഓഫ് എൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എത്രയാണ്? R1 + R2 ഡിവൈഡഡ് ബൈ R1 + 2R2. ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഫോർമുല ഇതാണ്. അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് എൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? അതാണ് 0.69 എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതാണ്. R×C എന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഇവിടുത്തെ R എന്ന് പറയുന്നത് R1 + 2R2 ആണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1/, എന്ന് വരുവേ. അപ്പോൾ ഇതിങ്ങനെയാണ് ഉപയോഗിക്കുക, ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ടൈം പീരീഡ് ഇതാണ്, ഡ്യൂട്ടി സൈക്കിൾ ഇതാണ്. R1 + R2/R1 + 2R2 ആണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ R1ൻ്റെയും R2ൻ്റെയും വാല്യൂസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ മാറ്റാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Which pins are used to control bistable 555 timer state? അപ്പോൾ ബൈസ്റ്റേബിൾ എന്ന് പറയുന്ന അടുത്തൊരു ആൾ വരികയാണ് കേട്ടോ, മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസ്റ്റേബിളിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അസ്റ്റേബിൾ എന്ന് പറയുന്ന ആൾക്ക് 2 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ട്രിഗർ ഒന്നും കൊടുക്കാതെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി മോണോസ്റ്റേബിൾ എന്ന് പറയുന്ന ആളുണ്ട്. മോണോസ്റ്റേബിളിന് എന്തുണ്ട്? ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റുമാണ് ഉള്ളത് കേട്ടോ. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റുമാണ് ഉള്ളത്. അതായത് നമ്മൾ ഒരു ട്രിഗർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവൻ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും, എന്നിട്ട് വീണ്ടും തിരിച്ച്. ക്വാസി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റേബിൾ അല്ല. ഓക്കെ, അത് തിരിച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അതുകൊണ്ട് എപ്പോഴും വരും, തിരിച്ചു വരും. അടുത്ത ട്രിഗർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ക്വാസി സ്റ്റേബിളിൽ പോവും, വീണ്ടും തിരിച്ച് സ്റ്റേബിളിലേക്ക് വരും. ഇനി ബൈസ്റ്റേബിൾ എന്ന് പറയുന്ന ആൾക്ക് എന്താ ഉള്ളത്? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ ഓക്കെ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെന്ന് പറയും. കാരണം അതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ ഉള്ളത്. റീസെറ്റും സെറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് 2 സ്റ്റേറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ട്രിഗർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളാട്ടോ, അടുത്ത സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു ട്രിഗർ കൊടുക്കണേ. അപ്പോൾ അടുത്ത സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോയി. ഇനി വേറൊരു ട്രിഗർ കൊടുത്താലാണ് എന്ത് സംഭവിക്കുക? ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് 1, സ്റ്റേബിൾ സ്റ്റേറ്റ് 2, വീണ്ടും 1ലേക്ക് വന്നു. അടുത്തത് വീണ്ടും ഇവിടെ ഒരു ട്രിഗർ കൊടുത്താലാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഇയാൾക്ക് ഇവിടെ ഒരു ട്രിഗറും കൊടുക്കണം, വീണ്ടും ഇയാളെ ഇവിടെ നിന്ന് റീസെറ്റ് ചെയ്ത് തിരിച്ച്
ഇങ്ങോട്ടേക്ക് ആക്കുകയും വേണം അല്ലേ. അപ്പം 2 തരം ട്രിഗേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നിനെ ട്രിഗർ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ മറ്റേതിനെ നമുക്ക് റീസെറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ട്രിഗറും ഉണ്ട് റീസെറ്റും ഉണ്ട്. നമുക്കറിയാം ട്രിഗർ എവിടെയാണ്, റീസെറ്റ് എവിടെയാണ്, പിന്നൊക്കെ നമുക്കറിയാം അല്ലേ. റീസെറ്റ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചില്ലേ പിൻ ഔട്ട്. അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെ ഇരിക്കും. ഇവിടെ ഒന്നാമത്തത് ഗ്രൗണ്ടാണ്, ഇവിടെ VCC ആണ്, പിന്നെ ഇത് റീസെറ്റാണ്, ഇത് കൺട്രോളാണ്, പിന്നെ ഔട്ട്പുട്ട് ത്രഷോൾഡ് ആണ്, പിന്നെ ഇവിടെ ട്രിഗർ വന്നു കേട്ടോ, പിന്നെ ഇവിടെ ഡിസ്ചാർജും വന്നേ. അപ്പോൾ എന്താണ്, ഇവിടെ ട്രിഗറിൽ നമ്മൾ ഒരെണ്ണം കൊടുക്കണം. അപ്പോൾ ഇത് 2ാമത്തെ പിന്നാണ്, ഇത് 3, ഇത് 4 ആവുമ്പോൾ 4ാമത്തെ പിന്നിൽ റീസെറ്റും കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ 2 and 4ൽ റീസെറ്റും ട്രിഗറും കൊടുത്തോ. ഓക്കെ, ഇത് വേഗം മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. 555 ടൈമർ IC ക്യാൻ സിങ്ക് ഓർ സോഴ്സ് കറണ്ട് ഓഫ്. സിങ്കും സോഴ്സും കറണ്ട് എത്രയാണെന്നാണ്, വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കുക. 200 mA ആണ് കേട്ടോ. അതിന് നമ്മുടെ 555 ടൈമർ ഉപയോഗിച്ച് നമ്മൾ LEDs ഡ്രൈവ് ചെയ്യും, സ്മോൾ മോട്ടോഴ്സ് ഡ്രൈവ് ചെയ്യും, റിലേസ് ഒക്കെ ഡ്രൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് 200 mA കറണ്ടാണ് വേണ്ടത് കേട്ടോ. സിങ്കിങ് കറണ്ടായിട്ട്, സിങ്കിങ്ങും സോഴ്സിങ് കറണ്ടൊക്കെ ആയിട്ട് 200 mA ആണ് അതിന് വേണ്ടത്. അതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, കൺട്രോൾ വോൾട്ടേജ് പിൻ 5 is often used to. പിൻ 5 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അത് റീസെറ്റ് ചെയ്യാനായിരിക്കുമോ? അല്ല, അതിന് റീസെറ്റ് പിൻ ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഔട്ട്പുട്ട് കറണ്ട്. അല്ല, ഔട്ട്പുട്ട് കറണ്ട് പ്രൊവൈഡ് ചെയ്യാനല്ല. സപ്ലൈ പവർ ആണോ? അതിന് VCC ഒക്കെ ഉണ്ട്. ഇനി അഡ്ജസ്റ്റ് ടൈമിംഗ് എക്സ്റ്റേണലി. അതെ, എന്തോ ഒരു കൺട്രോൾ ചെയ്യാനല്ലേ. അപ്പോൾ ടൈമിംഗ് കൺട്രോൾ ചെയ്യാനാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. A ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ അപ്ലൈയിങ് വോൾട്ടേജ് ടു പിൻ 5 മോഡിഫൈസ് ദ ത്രെഷോൾഡ് ആൻഡ് ട്രിഗർ ലെവൽസ് ചേഞ്ചിങ് ദി ഔട്ട്പുട്ട് പൾസ് വിത്ത്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് എക്സ്റ്റേണലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിൻ നമ്പർ 5ലാണ് PWMൻ്റെ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് എന്തിനാണ്, ത്രെഷോൾഡ് ലെവലൊക്കെ മാറ്റി ഔട്ട്പുട്ട് പൾസ് വിത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം, 555 ടൈമർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഷ്മിറ്റ് ട്രിഗർ ബൈ. ഷ്മിറ്റ് ട്രിഗർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം? ഷ്മിറ്റ് എന്താ സാധനം? കമ്പരാറ്റർ വിത്ത് ഹിസ്റ്റെരിസിസ്. കമ്പരാറ്റർ വിത്ത് ഹിസ്റ്റെരിസിസിനെയാണ് എന്ത് പറയുക? ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്റെരിസിസ് ഉള്ള കമ്പരാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അതിന് പോകണമെങ്കിൽ ഒരു ട്രിഗർ വേണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, VTH VLT, അതായത് ത്രഷോൾഡ്, ലോവർ ത്രഷോൾഡ് വോൾട്ടേജും ഉണ്ട്, അപ്പർ ത്രഷോൾഡ് വോൾട്ടേജും ഉണ്ട്. VLT VUT എന്ന് പറഞ്ഞ 2 ത്രഷോൾഡ് വോൾട്ടേജുകളുടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഔട്ട്പുട്ടാണ് എന്തിനുള്ളത്? ഷ്മിറ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഔട്ട്പുട്ട് ട്രിഗർ വേണം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലേ. എന്താണ് ഇതിൻ്റെ ആൻസർ? ഇറ്റ് ഈസ് യൂസിങ് ഇറ്റ് ഇൻ ബൈസ്റ്റേബിൾ മോഡ്. മോണോസ്റ്റേബിൾ മോഡ് അല്ല. മോണോസ്റ്റേബിൾ ഉണ്ടെങ്കിൽ 2 എണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് മാറില്ല. ആ സ്റ്റേബിൾ മോഡേ അല്ല, കണക്റ്റിംഗ് കൺട്രോൾ വോൾട്ടേജ് ടു ഗ്രൗണ്ടും അല്ല. ഓക്കെ, ഇൻ ബൈസ്റ്റേബിൾ മോഡ് 555 ടൈമർ ഫങ്ഷൻസ് ആസ് എ കമ്പരാറ്റർ വിത്ത് ഹിസ്റ്റെറിസിസ്. അതായത് ഷ്മിറ്റ് ട്രിഗർ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ബൈസ്റ്റേബിൾ മോഡിലാണ് അത് വർക്ക് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The most commonly used fixed positive voltage regulator ICs are. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫിക്സഡ് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ IC ഏതൊക്കെയാണ്? 78 സീരീസ് ആണ് കേട്ടോ. 78XX സീരീസ് ആണ് ഉപയോഗിക്കുക. ഇത് ഫിക്സഡ് ആയിട്ടുള്ള പോസിറ്റീവ് വോൾട്ടേജ് ആണ് തരിക. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 വോൾട്ടേജ് ആണ് ഫിക്സഡ് വോൾട്ടേജ് തരിക. 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട് ആണ് ഫിക്സഡ് വോൾട്ടേജ് തരിക. ഇതിന് തന്നെ 79 സീരീസ് ഉണ്ട്. 79 സീരീസ് എന്താണ്? ഇത് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആവുമ്പോൾ ഇത് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ, ഇനി 317 എന്താണ്? അതൊരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്, ഫിക്സഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, 79XX സീരീസ് ICs പ്രൊവൈഡ്. 79XX ആണെങ്കിൽ എന്താണ്? ഫിക്സഡ് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. നമ്മളിപ്പോൾ കണ്ടു ഫിക്സഡ് നെഗറ്റീവ് വോൾട്ടേജസ് ആണ് തരിക. 7905 പറഞ്ഞാൽ -5 വോൾട്ട് തരും. 7912 പറഞ്ഞാൽ -12 വോൾട്ട് തരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Which of the following is an adjustable voltage regulator IC? Adjustable voltage regulator IC ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു അതെന്താണ്?
LM317 ആണ്. ഓക്കെ, LM317 എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് 1.25 വോൾട്ട് മുതൽ 37 വോൾട്ട് വരെ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. 7805 ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, +5 വോൾട്ട് ആണ്. 7812 ആണെങ്കിൽ +12 വോൾട്ട് ആണ്. 7905 ആണെങ്കിൽ -5 വോൾട്ട് ആണ് ഔട്ട്പുട്ട് കിട്ടുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ LM317 IC യെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നോക്കൂ, LM317 റെഗുലേറ്റർ ICക്കകത്ത് 3 പിന്നുകളാണുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്, വി ഇൻ, വി ഔട്ട്, ഓൾസോ ഒരു അഡ്ജസ്റ്റബിൾ പിൻ. ഓക്കെ, അപ്പോൾ ആ അഡ്ജസ്റ്റബിൾ പിന്നിലൂടെ പോകുന്ന കറണ്ട് 100 മൈക്രോ ആംപിയർ ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോളൂ. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഈ VREF എന്ന് പറയുന്നത് ടിപ്പിക്കൽ വാല്യൂ 1.25 വോൾട്ടും ആയിരിക്കും. അതുകൊണ്ടാണ് 1.25 മുതൽ അങ്ങോട്ട് മുകളിലേക്ക് അതിന് അഡ്ജസ്റ്റബിൾ വാല്യൂസ് തരാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടോ. വേരിയബിൾ വാല്യൂസ് തരാൻ പറ്റും എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത്, the maximum output current of a typical 7805 IC. 7805 ICയുടെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ വാല്യൂ 1 to 1.5 ആംപിയർ ആണ്. ഇതൊക്കെ ശരിക്കും ഡേറ്റ ഷീറ്റിൽ വരുന്ന വാല്യൂസ് ആണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇത് മാറാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ 1 to 1.5 ആംപിയർ ആണെന്ന് പഠിച്ചു വെക്കുക. ഇതിൽ 100 ആംപിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടല്ലോ, അത് ആക്ച്വലി 78ൻ്റെ ലോ പവർ വേർഷൻ്റെ 7805ൻ്റെ ലോ പവർ വേർഷൻ്റെ വാല്യൂ ആണ് കേട്ടോ. ഈ ഔട്ട്പുട്ട് കറണ്ട് വാല്യൂ ആണ് 100 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, 7805ൻ്റെ ടിപ്പിക്കൽ 7805ൻ്റെ വാല്യൂ 1 to 1.5 ആംപിയേഴ്സ് ആണ് കേട്ടോ. അടുത്തത്, adding a capacitor at the output of a 7805 IC. 7805 എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചത്, അതൊരു വോൾട്ടേജ് റെഗുലേറ്റർ, ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് കേട്ടോ. ഇറ്റ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. കപ്പാസിറ്റർ ആഡ് ചെയ്താൽ ശരിക്കും എന്താ സംഭവിക്കുക, അവിടെ ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോയ്സ് കുറയുകയും അതിൻ്റെ റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. നോയ്സ് കുറഞ്ഞാൽ തന്നെ ട്രാൻസിഷൻ റെസ്പോൺസ് ഇമ്പ്രൂവ് ആയി അല്ലേ. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണോ, ഔട്ട്പുട്ട് വോൾട്ടേജിന് കൂടാനൊന്നുമില്ല, 5 വോൾട്ട് സ്റ്റഡിയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസസ് ദ റിപ്പിൾ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. ഇറ്റ് ഡിക്രീസസ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ ആഡ് ചെയ്തുകൊണ്ട് ഇൻപുട്ടിൽ വോൾട്ടേജ് ഡിക്രീസ് ആവുന്നില്ല. നൺ ഓഫ് ദി എബവ് അല്ല, ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഒരു 0.1 μF നമ്മൾ എപ്പോഴും വെച്ച് കൊടുക്കും കേട്ടോ. കപ്പാസിറ്റർ ഔട്ട്പുട്ട് എടുക്കുന്നിടത്തുനിന്ന് ഔട്ട്പുട്ട് ഗ്രൗണ്ട് നമ്മളെപ്പോഴും ഒരു 0.1 μF കപ്പാസിറ്റർ വെച്ച് കൊടുക്കും. കാരണം അത് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വളരെ ഇഫക്റ്റീവാണ്. ഓക്കെ, അടുത്ത ചോദ്യം, A typical reference voltage of LM317 IC is reference voltage എത്രയാണ്, നമ്മളിപ്പോൾ പഠിച്ചു VREF 1.25 വോൾട്ടേജ് ആയിരിക്കും LM317 ICയുടെ എന്ന്. ഓക്കെ, ഇറ്റ് റെഗുലേറ്റ്സ് ദി ഔട്ട്പുട്ട് ബൈ മെയിൻറ്റെയിനിങ് 1.25 വോൾട്ട് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് അഡ്ജസ്റ്റ് പിൻ. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് 25 ചോദ്യങ്ങൾ ഓപ്പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മാരത്തോൺ MCQ ആണ്. അപ്പോൾ കുറേ MCQസിൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ വരാത്ത ഒരുപാട് ടോപ്പിക്കുകളുണ്ട്, അതൊക്കെ പഠിക്കണം. പക്ഷേ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. താങ്ക്